ഹലോ, സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ സാധാരണ ആൻഡ്രോയിഡ് മൊബൈലുകളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലൈറ്റ് സർക്യൂട്ടിനെ കുറിച്ചാണ്. അപ്പോൾ പലതരം സർക്യൂട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലൈറ്റ് ICയുടെ സർക്യൂട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലൈറ്റ് IC. അപ്പോൾ ഇതിന് 6 ലെഗുകളാണുള്ളത്. ഒരു സൈഡിൽ 3 മറ്റൊരു സൈഡിൽ 3 ഉള്ള ലെഗുകളാണുള്ളത്. അപ്പോൾ ഇതുപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ലൈറ്റ് സർക്യൂട്ടുകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ആദ്യം ഇതിൻ്റെ സർക്യൂട്ടിൽ ഈ കപ്പാസിറ്ററിലേക്കാണ് പോസിറ്റീവ് വോൾട്ടേജ് ബാറ്ററി കണക്ടറിൽ നിന്നും ഡയറക്റ്റായിട്ട് കയറുന്നത്. അതിൻ്റെ ഒരു സൈഡ് എർത്ത് ചെയ്തിരിക്കും. ഇത് നേരെ ചെല്ലുന്നത് കോയിലിലേക്കാണ്. കോയിലിൻ്റെ അപ്പുറത്തെ സൈഡ് നേരെ ഡയോഡിലേക്ക് പോയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ കോയിലിരിക്കുന്നതും ഈ IC ഇരിക്കുന്നതും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ലൈറ്റ് സെക്ഷൻ ആണെന്നുള്ളത്. അതിൻ്റെ അടുത്തൊരു ഡയോഡ് ഇരിപ്പുണ്ടാകും. നേരെ കോയിലിൽ നിന്ന് ഈ ഡയോഡിലേക്ക് പോകും. ആ കോയിലിൽ നിന്നുള്ള കണക്ഷൻ ഈ ICയുടെ ഒന്നാമത്തെ ലെഗിലേക്ക് പോകും. ഈ ICയുടെ രണ്ടാമത്തെ ലെഗ് എർത്താണ്. മൂന്നാമത്തെ ലെഗ് ഈ ഔട്ട്പുട്ടാണ്. അതായത് ഡിസ്പ്ലേ ലൈറ്റ് വർക്ക് ചെയ്യാൻ ആവശ്യമായ നെഗറ്റീവ് വോൾട്ടേജ് വരുന്ന ലൈനാണിത്. ഇനിയിപ്പോൾ നാലാമത്തെ കണക്ഷൻ ഞാൻ പറയാം. അത് EN കണക്ഷനാണ്. അതിനെപ്പറ്റി ഞാൻ ലാസ്റ്റ് പറയാം. പിന്നെ അഞ്ചാമത്തെ കണക്ഷൻ ഇതിൻ്റെ വേറൊരു ഔട്ട്പുട്ടാണ്. പോസിറ്റീവ് കണക്ഷൻ പോകുന്ന ഒരു ഔട്ട്പുട്ടാണ് ഇതിൻ്റെ അഞ്ചാമത്തെ കണക്ഷൻ. ആറാമത്തെ കണക്ഷൻ ഈ കോയിലിൻ്റെ ഇപ്പുറത്തെ സൈഡ് കണക്ട് ചെയ്തിരിക്കുന്ന ലൈനാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കണക്ഷന്. പിന്നെ ഒരു 2 റെസിസ്റ്റർ, ഈ കൊടുത്തേക്കുന്ന 2 റെസിസ്റ്ററുകൾ, 2 കപ്പാസിറ്ററുകൾ. ഈ കപ്പാസിറ്ററിൻ്റെ ഒരു സൈഡ് എർത്ത് ചെയ്തിരിക്കും. അപ്പോൾ ഇതിനകത്ത് EN കണക്ഷനെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ. EN കണക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ CPUവിൽ നിന്ന് നേരിട്ട് വരുന്ന ഒരു ലൈനാണ്. അതിൻ്റെ ഉപയോഗം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഡിസ്പ്ലേ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ ഇത് ഓഫാകുന്നത്, അല്ലെങ്കിൽ പവർ ഓണായി കഴിയുമ്പോൾ ഡിസ്പ്ലേ ലൈറ്റ് ഓണാവണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കമാൻഡുകൾ തരുന്ന ഒരു ലൈനാണ് EN കണക്ഷൻ എന്ന് പറയുന്നത്. അത് അങ്ങനെ ഡാമേജ് ആകാറില്ല, വളരെ കുറച്ച് ഡാമേജ് ആകുന്ന ഒരു കംപ്ലൈൻ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ലൈറ്റ് സെക്ഷനകത്ത് സാധാരണ കംപ്ലൈൻ്റ് ആകുന്ന ഏതൊക്കെ ലൈനുകളാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ കേസാണ് ഈ ബാറ്ററി കോണ്ടാക്റ്റിൽ നിന്ന് ഉള്ള ഇൻപുട്ട് സപ്ലൈ ഈ കപ്പാസിറ്ററിലേക്ക് വരാത്തത്. അപ്പോൾ ഈ ലൈൻ ബ്രേക്ക് ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അതായത് ഈ ലൈറ്റ് സെക്ഷൻ വർക്ക് ചെയ്യേണ്ടതിന് ആവശ്യമായ കറണ്ട് ഇതിൽ എത്തുന്നുണ്ടോ എന്ന് നോക്കണം. അത് ഒന്നാമത്തെ പ്രശ്നം. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്, അതായത് ഇതിന് വേണ്ട ഡിസ്പ്ലേ ലൈറ്റ് വർക്ക് ചെയ്യാൻ വേണ്ട ഗ്രൗണ്ട് ലൈന്, പോസിറ്റീവ് ലൈന്, ഈ 2 ലൈനും ബ്രേക്ക് ആകുന്നതാണ്. എപ്പോഴും ബ്രേക്ക് ആകാൻ സാധ്യതയുള്ളതാണ്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 20 വോൾട്ടേജാണ് അകത്തെ കൂടെ വരുന്നത്. അപ്പം അത് പലപ്പോഴും ബ്രേക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ഈ 2 ലൈന് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക, നെഗറ്റീവ് ലൈനും പോസിറ്റീവ് ലൈനും. പിന്നെ ഇതിനെ മൂന്നാമത് ചെക്ക് ചെയ്യേണ്ട ഒരു സാധനമാണ് ഇതിൻ്റെ ഡയോഡ്. ഈ കോയിലിൽ നിന്ന് പുറത്തു വരുന്ന കറണ്ട് നേരെ ഈ ഡയോഡിൽ ചെന്നേച്ച്
ഇപ്പുറത്ത് വരുമ്പോൾ ഈ ഡയോഡ് ഡാമേജ് ആകാനുള്ള സാധ്യത കൂടുതലാണ്, ഇത് ഷോർട്ട് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഡയോഡ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡയോഡ് മാറി വയ്ക്കണം. അത് വേറെ ഏതെങ്കിലും ഒരു ബോർഡിൽ നിന്ന് നിങ്ങൾക്ക് മാറി വയ്ക്കാവുന്നതാണ്. മിക്കവാറും ഒരുപാട് മൊബൈലിൽ ഈ ലൈറ്റ് സെക്ഷൻ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ കംപ്ലൈൻറ്റ് വരുന്ന മറ്റൊരു സാധനമാണ് കോയിൽ. ഈ കോയിലാണ് ഇതിന് വേണ്ട വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോയിൽ ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് നോക്കണം. കോയിൽ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ മറ്റൊരു കോയിൽ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിനകത്ത് കംപ്ലൈൻറ്റ് വരുന്ന 2 സ്പെയറുകൾ, അതായത് ഈ കപ്പാസിറ്ററുകൾ, 2 കപ്പാസിറ്ററുകളെ ഈ സർക്യൂട്ടിലുള്ളൂ. ഈ കപ്പാസിറ്ററുകൾ ഷോർട്ടായാൽ ഇതുവഴി ഗ്രൗണ്ടിലേക്ക് കറണ്ട് ഇറങ്ങിപ്പോവുകയും ഡിസ്പ്ലേ ലൈറ്റ് വർക്ക് ചെയ്യാനുള്ള കറണ്ട് അവിടെ വരാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ 2 കപ്പാസിറ്ററുകൾ ഷോർട്ടാണോ എന്ന് നോക്കുക. ആണെങ്കിൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. പിന്നെ കംപ്ലൈൻറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 റെസിസ്റ്ററുകളാണ്. ഈ റെസിസ്റ്ററുകൾ നെഗറ്റീവ് ലൈന് കയറി വരുന്നത് ഈ റെസിസ്റ്ററിൽ കൂടെയാണ്. ഇത് ചെറുതായിട്ടൊന്ന് റെഗുലേറ്റ് ചെയ്താണ് ഈ നെഗറ്റീവ് ലൈന് കയറി വരുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റർ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ ഗ്രൗണ്ട് കിട്ടാതെ വരികയും ഈ സർക്യൂട്ട് വർക്ക് ചെയ്യാതെ വരികയും ചെയ്യും. സർക്യൂട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു പോസിറ്റീവ് കണക്ഷനും ഒരു നെഗറ്റീവ് കണക്ഷനും അത്യാവശ്യമാണ്. അപ്പോൾ ഈ 2 കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ലൈറ്റ് വരുന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ലൈറ്റ് ഐ സി മാറ്റേണ്ടതുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ലൈറ്റ് വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ കംപ്ലൈൻറ്റ് ലൈറ്റ് ഐ സി ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന കംപ്ലൈൻറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ലൈറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 20 വോൾട്ടേജോളം വരണം. 20 വോൾട്ടേജ് പല ഫോണുകൾക്കും ചെറിയ വ്യത്യാസമുണ്ടെങ്കിൽ 20 വോൾട്ടേജ് കറക്റ്റായിട്ട് വരണം. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ലൈൻ ബ്രേക്ക് ഉണ്ടോ, അതായത് ഈ സർക്യൂട്ട് വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ, പോസിറ്റീവും നെഗറ്റീവും. പിന്നെ സർക്യൂട്ടിൽ നിന്ന് കോയിലിൻ്റെ അപ്പുറത്ത്, അതായത് ഡയോഡിൻ്റെ അപ്പുറത്തു നിന്നുള്ള ലൈൻ ബ്രേക്ക് ആയിട്ടുണ്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കോയിലോ ഡയോഡോ ഡാമേജ് ആയിട്ടുണ്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കപ്പാസിറ്റർ ഷോർട്ടായിട്ടുണ്ടോ. പിന്നെ ആ 2 റെസിസ്റ്റർ വർക്കിംഗ് ആണോ. ആ റെസിസ്റ്റർ ഇല്ലെങ്കിൽ കറണ്ട് കറക്റ്റായിട്ട് കയറി വരില്ല. അപ്പോൾ ആ 2 റെസിസ്റ്റർ വർക്കാണോ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്നൊരിൽ നിങ്ങൾക്ക് പിന്നെ ആ ലൈറ്റ് ഐ സിയുടെ പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ലൈറ്റ് ഐ സി നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.